ഹായ് കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സ്റ്റോറി സീഡ് ആൻഡ് സോയിൽ വിത്തും മണ്ണും എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സീഡ് ആൻഡ് സോയിൽ is the story of a girl named Paru. It tells us about her love for farming and paddy fields. The story is an adapted version of the Malayalam novel നക്ഷത്രമൃതിയുടെ കാലം by Dr. K.P. Sudhira. Through this story, the author tries to foster our interest in agriculture. The girl in the story loves nature and farming. Her grandfather also shares similar interests with her. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. Seed and soil. Her name was Parvati. Her folks and neighbors called her Paru. There were paddy fields all around her house. She loved the field, the trees and the plants. She always cared for all the living things around her. Paru's mother had died of a rare disease years ago. Paru really missed her mother very much. She often remembers the words of her mother. Nature is our mother. Paru's father would often console her. Never think, Amma is gone. She is with us. Paru's grandmother also did everything she could to make her cheerful. She followed her like a shadow. Paru loved her grandmother very much. She called her Echuamma. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? അവളുടെ പേര് പാർവതി എന്നായിരുന്നു. അവളുടെ നാട്ടുകാരും അയൽക്കാരും അവളെ പാറു എന്ന് വിളിച്ചു. അവളുടെ വീടിനു ചുറ്റും നെൽവയലുകൾ ഉണ്ടായിരുന്നു. വയലുകളും മരങ്ങളും ചെടികളും അവൾക്ക് ഇഷ്ടമായിരുന്നു. തനിക്കു ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും അവൾ എപ്പോഴും പരിപാലിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അപൂർവമായ ഒരു രോഗം ബാധിച്ച് പാറുവിൻ്റെ അമ്മ മരിച്ചു. അമ്മയുടെ അഭാവം പാറുവിനെ വല്ലാതെ ബാധിച്ചു. പ്രകൃതി നമ്മുടെ അമ്മയാണ് എന്ന അമ്മയുടെ വാക്കുകൾ അവൾ പലപ്പോഴും ഓർക്കുന്നു. അമ്മ പോയി എന്ന് ഒരിക്കലും കരുതരുത്, അവൾ നമ്മളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് പാറുവിൻ്റെ അച്ഛൻ അവളെ ആശ്വസിപ്പിക്കുമായിരുന്നു. മുത്തശ്ശിയും അവളെ സന്തോഷിപ്പിക്കാൻ ആവുന്നതെല്ലാം ചെയ്തിരുന്നു. ഒരു നിഴൽ പോലെ മുത്തശ്ശി അവളെ പിന്തുടർന്നു. പാറു മുത്തശ്ശിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അവൾ മുത്തശ്ശിയെ എച്ചുഅമ്മ എന്ന് വിളിച്ചു. ഇനി നമുക്ക് ചോദ്യം നോക്കാം. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് അസ്. വൈ ഡിഡ് പാറൂസ് ഫാദർ സേ സോ? അമ്മ പോയെന്ന് ഒരിക്കലും വിചാരിക്കരുത്, അവൾ നമ്മുടെ കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് പാറുവിൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും മക്കളെ? പാറൂസ് മദർ ലവ് നേച്ചർ ആൻഡ് ഷീ യൂസ്ഡ് ടു സേ ദാറ്റ് nature was everyone's mother. Paru's father consoled her saying, never think Amma is gone, she is with us. He wanted Paru to regard nature as her mother. Next, one bright day, Paru's father went on a journey far away. Today I shall go with grandma to the fields, Paru said to herself. She approached her grandma. Echumma was sitting on the veranda. Why don't we go to the fields today? Paru asked. Sure, let's go, Echumma replied. Without another word, they started towards the fields. They stood at the edge of the fields and looked out at the vast stretch of paddy fields. It was covered with muddy water. A warm breeze made ripples on the surface. The air was alive with the call of birds. A row of men and women were planting the paddy seedlings. They were humming an old folk song. Grandma, let's join them, said Paru. Paru held Grandma's hand lovingly as they went down into the field. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? തെളിവില്ല. ഒരു ദിവസം പാറുവിൻ്റെ അച്ഛൻ ഒരു ദൂരയാത്ര പോയി. ഇന്ന് ഞാൻ മുത്തശ്ശിയോടൊപ്പം വയലിലേക്ക് പോകും, പാറു സ്വയം പറഞ്ഞു. അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. യച്ചുവമ്മ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. നമ്മൾ ഇന്ന് വയലിൽ പോകുന്നില്ലേ? പാറു ചോദിച്ചു. തീർച്ചയായും, നമുക്ക് പോകാം, യച്ചുവമ്മ മറുപടി പറഞ്ഞു. മറ്റൊന്നും പറയാതെ അവർ വയലുകളിലേക്ക് നീങ്ങി. അവർ വയൽ വരമ്പത്ത് നിന്ന് വിശാലമായ നെൽവയലുകളിലേക്ക് നോക്കി. അത് ചെളിവെള്ളത്താൽ മൂടിയിരുന്നു. ഒരു ചൂടുള്ള കാറ്റ് ഉപരിതലത്തിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചു. പക്ഷികളുടെ ശബ്ദത്തോടൊപ്പം കാറ്റും സജീവമായിരുന്നു. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒരു നിര
നെല്ലിൻ തൈകൾ നട്ടുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ ഒരു പഴയ നാടോടി ഗാനം ആലപിച്ചുകൊണ്ടിരുന്നു. മുത്തശ്ശി, നമുക്ക് അവരോടൊപ്പം ചേരാം, പാറു പറഞ്ഞു. അവർ വയലിലേക്ക് ഇറങ്ങിയപ്പോൾ മുത്തശ്ശിയുടെ കയ്യിൽ പാറു സ്നേഹത്തോടെ പിടിച്ചു. ഇനി നമുക്ക് ചോദ്യം നോക്കാം. പാറു നെവർ ഫെൽറ്റ് ലോൺലൈനെസ്. വാട്ട് കുഡ് ബി ദ റീസൺ? പാറുവിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? Paru's grandmother followed her like a shadow and did everything she could to make her happy and cheerful. Next question. Pick out two sentences from the text that describe the field. വയലിനെ പറ്റി വിവരിക്കുന്ന 2 വാക്യങ്ങൾ പാഠത്തിൽ നിന്നും എടുത്തെഴുതുക. അപ്പൊ എന്തായിരിക്കും? ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. എ വാം ബ്രീസ് മെയ്ഡ് ripples on the surface of the water. The air was alive with the sounds of bird. Next, they joined the farmers in planting the seedlings. The farmers were happy to see them. They began to do the work with added enthusiasm. Now Paru looked at her grandmother. She noticed that Echwama was tired. The girl asked her if she should fetch an umbrella. With a smile, the grandmother declined the offer. Paru held her grandmother's frail hand tight as they walked through the field. The sun was getting hot. Echwama noticed that Paru was sweating. Go home, dear. If you stay like this, you may catch a cold. You know, I am used to the heat, the grandmother told Paru. No, I want to be with you, Paru replied. Oh, what a naughty girl. You have always been like this, Grandma whispered lovingly. They continued to walk. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നേ? തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന് അവർ കർഷകരോടൊപ്പം ചേർന്നു. കർഷകർക്ക് അവരെ കണ്ടപ്പോൾ സന്തോഷമായി. അവർ കൂടുതൽ ഉത്സാഹത്തോടെ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പാറു മുത്തശ്ശിയെ നോക്കി. ലച്ചു അമ്മ ക്ഷീണിതയാണെന്ന് അവൾ ശ്രദ്ധിച്ചു. കുട കൊണ്ടുവരണമോ എന്ന് അവൾ മുത്തശ്ശിയോട് ചോദിച്ചു. ഒരു പുഞ്ചിരിയോടെ മുത്തശ്ശി ആ വാഗ്ദാനം നിരസിച്ചു. അവർ വയലിലൂടെ നടക്കുമ്പോൾ പാറു മുത്തശ്ശിയുടെ ദുർബലമായ കയ്യിൽ മുറുകെ പിടിച്ചു. സൂര്യന്റെ ചൂട് കൂടിക്കൊണ്ടിരുന്നു. പാറു വിയർക്കുന്നത് വെച്ചുവമ്മ ശ്രദ്ധിച്ചു. വീട്ടിൽ പോകൂ മോളെ, നീ ഇങ്ങനെ നിന്നാൽ നിനക്ക് ജലദോഷം പിടിപെടും. നിനക്കറിയാമോ, എനിക്ക് ഈ ചൂട് ശീലമാണ്, മുത്തശ്ശി പാറുവിനോട് പറഞ്ഞു. ഇല്ല, എനിക്ക് മുത്തശ്ശിയോടൊപ്പം നിൽക്കണം, പാറു മറുപടി പറഞ്ഞു. ഓ, എന്തൊരു വികൃതി പെൺകുട്ടി, നീ എപ്പോഴും ഇങ്ങനെ തന്നെ, മുത്തശ്ശി സ്നേഹത്തോടെ മന്ത്രിച്ചു. അവർ നടന്നുകൊണ്ടിരുന്നു. ഇനി നമുക്ക് ചോദ്യം നോക്കാം. വൈ were the farmers happy? എന്തുകൊണ്ടാണ് കൃഷിക്കാർക്ക് സന്തോഷമായത്? The farmers were happy to see Paru and her grandmother. Next, standing in the hot sun, Echuma talked about farmers and their methods of farming. Do you know how dear these farmers are to us? Their hearts are filled with love, said Echuma. You know, fallen flowers, leaves, and dead insects decay in the soil. It's good manure for plants, she added. She became silent for a while and continued. The paddy fields are gradually disappearing these days, she said with a sigh. She took a bunch of paddy plants and held it close to her chest. He started singing a melodious folk song. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? ചൂടുള്ള വെയിലത്ത് നിന്ന് യെച്ചുവമ്മ കർഷകരെയും അവരുടെ കൃഷിരീതികളെയും കുറിച്ച് സംസാരിച്ചു. ഈ കർഷകർ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്ന് നിനക്കറിയാമോ? അവരുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്, യെച്ചുവമ്മ പറഞ്ഞു. നിനക്കറിയാമോ, കൊഴിഞ്ഞ പൂക്കളും ഇലകളും ചത്ത പ്രാണികളും മണ്ണിൽ ജീർണിക്കുന്നു. ഇത് ചെടികൾക്ക് നല്ല വളമാണ്, അവർ കൂട്ടിച്ചേർത്തു. അല്പനേരം മിണ്ടാതെ നിന്നിട്ട് അവർ തുടർന്നു. ഇക്കാലത്ത് നെൽവയലുകൾ ക്രമേണ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അവർ നെടുവീർപ്പിട്ടു. അവർ ഒരു കൂട്ടം നെൽച്ചെടികൾ എടുത്ത് നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് ശ്രുതിമധുരമായ ഒരു നാടോടി ഗാനം ആലപിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ചോദ്യം നോക്കാം. വാട്ട് ഈസ് ഗുഡ് മാന്യൂർ ഫോർ പ്ലാന്റ്സ്? ചെടികൾക്ക് നല്ല വളമായിട്ടുള്ളത് എന്താണ്?
അപ്പൊ എന്തായിരിക്കും മക്കളെ? ദ ഫാളൻ ഫ്ലവേഴ്സ് ലീഫ് ആൻഡ് ഡെഡ് ഇൻസെക്ട് ഡിക്കേ ഇൻ ദ സോയിൽ ആൻഡ് ബിക്കം ഗുഡ് മാന്യൂർ ഫോർ പ്ലാന്റ്സ്. Next, the sweet melody echoed in the field. Paru was very much immersed in the song. Suddenly, she thought about her father. She looked back towards her home, wondering if her father had returned. She knew very well that he wouldn't allow his old mother to stand for so long in the sun. Yechoma was 68, but her spirit remained strong. Yechoma was again busy with the work. Soon she felt a gentle touch on her shoulder. It was Paru's father. He gently held her hand and said, Amma, it's getting very hot. If you stay out in the hot sun, you will be totally excused. Let's go home. But Echoma looked at him with a tender smile and replied, The farm is my home, dear. I am quite fine here. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? ആ മധുര ഗാനം വയലിൽ പ്രതിധ്വനിച്ചു. പാറു പാട്ടിൽ അങ്ങേയറ്റം മുഴുകിയിരുന്നു. പെട്ടെന്നാണ് അവൾ അച്ഛനെ കുറിച്ച് ചിന്തിച്ചത്. അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ച് അവൾ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. തൻ്റെ വൃദ്ധയായ അമ്മയെ ഇത്രയും നേരം വെയിലത്ത് നിൽക്കാൻ അദ്ദേഹം അനുവദിക്കില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. യച്ചുവമ്മക്ക് 68 വയസ്സായിരുന്നു. പക്ഷേ അവരുടെ ആവേശം ശക്തമായി തന്നെ നിന്നു. യച്ചുവമ്മ വീണ്ടും ജോലിയിൽ മുഴുകി. പെട്ടെന്ന് തന്റെ തോളിൽ ഒരു സൗമ്യ സ്പർശം അവർക്ക് അനുഭവപ്പെട്ടു. അത് പാറുവിന്റെ അച്ഛനായിരുന്നു. അദ്ദേഹം സൗമ്യമായി അവരുടെ കൈ പിടിച്ചു പറഞ്ഞു, അമ്മേ, നല്ല ചൂടാണ്. ഈ ചൂടുള്ള വെയിലിൽ നിന്നാൽ അമ്മ വല്ലാതെ തളർന്നു പോകും. നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നാൽ യച്ചുവമ്മ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി മറുപടി പറഞ്ഞു, മകനെ, കൃഷിയിടം എൻ്റെ വീടാണ്. ഇവിടം എനിക്ക് സുഖപ്രദമാണ്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ദ ഗ്രാൻഡ് മദർ said that the farm was her home. Why did she say so? വയൽ സ്വന്തം വീടാണെന്ന് മുത്തശ്ശി പറഞ്ഞു. എന്തുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും മക്കളെ? Grandmother used to spend a lot of time in the farm. When she was young, she had a special love for farming. Holding a bunch of paddy plants close to her chest, she sang a melodious folk song. Grandmother was very happy to spend her time on the farm. To her, the farm was just like her home. The day experience moved Paru deeply. She had learned many things. She understood the new ways of farming. She became aware of the importance of farmers. She felt the warmth of Mother Earth beneath her feet. For a moment, she thought of her mother. She felt her mother's presence beside her. She lay ഓൺ ദ ഗ്രൗണ്ട് ലൈക്ക് എ ചൈൽഡ് ഇൻ എ മദേഴ്സ് ലവ്. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? ആ ദിവസത്തെ അനുഭവം പാറുവിനെ ആഴത്തിൽ സ്വാധീനിച്ചു. അവൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. കൃഷിയുടെ പുതിയ രീതികൾ അവൾ മനസ്സിലാക്കി. കർഷകരുടെ പ്രാധാന്യം അവൾ മനസ്സിലാക്കി. തൻ്റെ പാദങ്ങൾക്കിടയിൽ ഭൂമി മാതാവിൻ്റെ ഊഷ്മളത അവൾക്ക് അനുഭവപ്പെട്ടു. ഒരു നിമിഷം അവൾ അമ്മയെക്കുറിച്ച് ഓർത്തു. തൻ്റെ അരികിൽ തൻ്റെ അമ്മയുടെ സാന്നിധ്യം അവൾക്ക് അനുഭവപ്പെട്ടു. അമ്മയുടെ മടിയിൽ കുട്ടി എന്ന പോലെ അവൾ നിലത്ത് കിടന്നു. ഇനി നമുക്ക് ചോദ്യം നോക്കാം. സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ കഥയ്ക്ക് യോജിച്ച മറ്റൊരു തലക്കെട്ട് നൽകൂ. അപ്പൊ എന്തായിരിക്കും? മദർ എർത്ത്. അപ്പൊ എങ്ങനെയുണ്ട് മക്കൾ ഈ പാഠഭാഗം? മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഈ പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റീസുമായി അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്കും തരുക.